ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള കോഹ്ലിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ വന്നിരിക്കുകയാണ്. ട്രെയിലർ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള. പലർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങി. സോ കോഹ്ലിൻ്റെ ഒരു കിടിലൻ ഒരു പോസ്റ്ററാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യം തന്നെ രജനീകാന്ത് സാർ നടന്നു വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാം ഗോൾഡൻ കളറിലാണ് അവർ എഴുതിയിട്ടുള്ളത്. ഓഗസ്റ്റ് 2-ാം തീയതി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ നടന്മാരെയും കാണിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രജനീകാന്ത് സാറിൻ്റെ തലയാണ് കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് അമീർ ഖാൻ ഉണ്ട്, പിന്നെ ശ്രുതി ഹാസൻ ഉണ്ട്, പിന്നെ നമ്മുടെ സൗബിൻ ഉണ്ട്. പിന്നെ കിടിൽ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇവർ ഇറക്കി വിട്ടിട്ടുള്ളത്. ഓഗസ്റ്റ് 14-ാം തീയതി ഈ ഒരു മൂവിൻ്റെ റിലീസിങ് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു മൂവി എന്തായാലും ഒരു കിടിൽ കേരള LTFX രാവിലെ 6 മണിക്കാണ് ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം കമലഹാസൻ സാർ, പിന്നെ സൂര്യ, പിന്നെ നമ്മുടെ കാർത്തി, പിന്നെ നമ്മുടെ SK, പിന്നെ നമ്മുടെ ധനുഷ് എന്നിവരെയൊക്കെയാണ് ഒരു വലിയൊരു ഫംഗ്ഷനായിട്ടാണ് നടത്തുന്നത്. വേറൊരു രീതിക്കാണ് ഇവർ നടത്താൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു മൂവി എന്തായാലും ഒരു കിടിലൻ ഒരു മൂവി തന്നെ ആകട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഈ ഒരു മൂവിയിൽ നമ്മുടെ LCനെ കുറിച്ച് ലോകേഷ് കനകരാജ് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. വിജയ് ഇല്ലാണ്ട് LCU നടക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിജയ് അണ്ണൻ ഇപ്പോൾ വേറൊരു ട്രാക്കിലേക്ക് പോയിരിക്കുകയാണ്. വിജയ് അണ്ണൻ ഉറപ്പായിട്ടും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം വിജയ് അണ്ണൻ്റെ ഒരു പൊളിറ്റിക് ഇമേജ് വെച്ചിട്ടാണ് ഈ ഒരു ലോകേഷ് കനകരാജ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംഭവിക്കുകയാണെങ്കിൽ വിജയ് അണ്ണൻ്റെ ഏറ്റവും വലിയൊരു കരിയർ ബെസ്റ്റ് തന്നെയായിരിക്കും. ലിയോ 2, പിന്നെ മാസ്റ്റർ 2 ഒരു പ്രതീക്ഷയാണ് ലോകേഷ് കനകരാജ് പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമകളെല്ലാം വിജയ് അണ്ണൻ്റെ റെഫറൻസ് ഇല്ലാണ്ട് തുടങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സപ്പോർട്ട് കിട്ടില്ല. ബൈ ബൈ.